രാഷ്ട്രീയ വനവാസത്തിലാണെങ്കിലും സി പി എമ്മിൻ്റെ പഴയ പടക്കുതിര ജി സുധാകരൻ ഇപ്പോഴും സജീവമാണ്. വാർത്തകളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞത്, ഞാൻ ചില തിരഞ്ഞെടുപ്പുകളിൽ തോറ്റിട്ടുണ്ട്, അത് തോറ്റതല്ല തോൽപ്പിച്ചതാണ്. അതുപോലെ ടാറും സിമൻറ്റും കല്ലും മണലും ഒക്കെ കൃത്യമായ അളവിൽ ചേർത്താൽ നല്ല റോഡുണ്ടാകും. അങ്ങനെ നല്ല റോഡുണ്ടാക്കാതെ കോൺക്ലേവ് നടത്തിയിട്ട് കാര്യമില്ല. എന്താണ് സുധാകരൻ ആരെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്? അല്ല, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ശേഷം പ്രളയം എന്ന് കരുതുന്ന കുറേ ലീഡർമാരുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് സുധാകരൻ ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറയുന്ന നിലപാടുകളൊക്കെ തന്നെ സുധാകരൻ പിണറായി എന്തെങ്കിലും ഒരു കുഴപ്പമില്ലാത്തൊരു പോസ്റ്റ് വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ സുധാകരൻ ഈ നിലപാട് മാറ്റി ചായും എന്നല്ല, അതിഭീകരമായി പിണറായി തന്നെ ആയിരിക്കും. സുധാകരൻ്റെ ഒരു ചരിത്രം എടുത്ത് കഴിഞ്ഞാൽ ഓരോരോ ആരാണ് ശക്തിയുള്ള സമയത്ത് അവരുടെ കൂടെ നിന്നു. അതിൻ്റെതായ ഗുണങ്ങൾ ബി എസിൻ്റെ സ്വന്തം ആളായിരുന്നു. പിന്നെ പിണറായിയുടെ മുന്നണി പോരാളിയായി, കവിത എഴുത്തുകാരനായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം പിണറായി ഒരു ലീഡർഷിപ്പിലേക്ക് പുതിയ പിള്ളേരെ കൊണ്ടുവരുമ്പോൾ പതിയെ ആളുകൾ മാറ്റി നിർത്തേണ്ടി വന്നു. അന്ന് തൊട്ട് തുടങ്ങിയ അസ്ക്യതയാണ്. ഈ അസ്ക്യത അദ്ദേഹം എല്ലാ സമയത്തും കാണിച്ചിരുന്നെങ്കിൽ പ്രശ്നമില്ല, നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. ഇതല്ലല്ലോ, ഇത് സാധനങ്ങളൊന്നും കിട്ടാത്തപ്പോഴാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഇതിൻ്റെ പുറത്ത് ഇൻ്റർവ്യൂ എടുക്കാൻ പോയി അയാൾ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഇതാണ് നിലപാട്. അപ്പോൾ ഇതിൽ ആഘോഷിക്കാൻ മാത്രം ഒന്നുമില്ല. എനിക്ക് ശേഷം പ്രളയം എന്ന് കരുതുന്ന ഏതൊരാളും അയാൾ പുതിയ തലമുറയ്ക്ക് ഒരു ബാധ്യതയാണ്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ്, എനിക്ക് ശേഷം പ്രളയം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ സുധാകരൻ കോൺഗ്രസ് BJP വേദികളിൽ വളരെ സജീവമാണ്. അത് പുസ്തക പ്രകാശനമായാലും ശരി, ചില അന്തരിച്ച നേതാക്കളുടെ അനുസ്മരണമാണെങ്കിലും ശരി, അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളിൽ അങ്ങനെയൊക്കെയുള്ള ചെറിയ സമ്മേളനങ്ങളിലൊക്കെ ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹം വളരെ സജീവമായി തുടരുകയാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്ന് തന്നെയല്ലേ? രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ആരെങ്കിലും 55 അല്ല 60 വയസ്സ് കഴിഞ്ഞാൽ ഗവൺമെൻറ് സർവീസ് വിരമിക്കാൻ ആഗ്രഹിക്കുമോ? അവരെ സംബന്ധിച്ചാൽ കണ്ടിന്യൂ ചെയ്യണം, പക്ഷേ വിരമിച്ചേ പറ്റുള്ളൂ. CPM ആലപ്പുഴയാണെങ്കിൽ പുതിയ ലീഡർഷിപ്പ് വന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് സജി ചെറിയാൻ വന്നു, നാസർ വന്നു, അവർക്ക് തൊട്ടതായ ആരിഫ് വരുന്നുണ്ട്. ആരിഫാണ് അവിടുത്തെ ഏറ്റവും പോപ്പുലർ നേതാവ്. അതുകൊണ്ടാണ് ആരിഫിനെ എല്ലാവരും കൂടി ഇട്ട് ചവിട്ടുന്നത് അവിടുന്ന്. അപ്പോൾ ഇത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെ VS ഒക്കെ കരുതിയിരുന്നെങ്കിൽ ഇവരാരെങ്കിലും ഉണ്ടാകുമായിരുന്നു. അപ്പോൾ സുധാകരൻ ഈ അടുത്ത കാലത്ത് കോൺഗ്രസിന് എന്തോ പരിപാടി പങ്കെടുത്തിട്ട് എന്നിട്ട് അവിടെ പോയി പ്രശ്നം, ഞാൻ പിണറായി കുറ്റം പറയുമെന്ന് അങ്ങനത്തെ പ്രശ്നിച്ചു, നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നതിന് തെളിവായിട്ട് എന്തെങ്കിലും പൊതുസമൂഹത്തിന് കൊടുക്കണം. അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ കൺസിസ്റ്റൻസി വേണം. അല്ലെങ്കിൽ ഈ മുകുന്ദേട്ടനൊക്കെ ചെയ്ത പോലെ എന്ത് ചെയ്യണോ, മിണ്ടാതെ നിൽക്കുക, പിന്നെ പറയുന്നതിൽ ഉറച്ചു നിൽക്കുക. അതും ഇല്ലല്ലോ. അതിൻ്റെ വില മുകുന്ദേട്ടന് കിട്ടിയിട്ടുണ്ട്. മുകുന്ദേട്ടൻ മരിച്ച സമയത്ത് എന്തായാലും ഇന്ന് BJPയിൽ ഇങ്ങനെ കത്തിക്കുന്ന ഏതെങ്കിലും ലീഡറിനെ മരിച്ച ഈ രീതിയിൽ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അവിടെ പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ റോഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ റിയാസ് ഉണ്ടാക്കിയ റോഡുകൾ അത്ര മോശമൊന്നും ഇതുവരെ നമുക്ക് കംപ്ലൈൻറ്റും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ ദിവസം 5 കോടിയുടെ ഒരു റോഡ് ഒലിച്ചു പോയി മഴയിൽ. നാഷണൽ ഹൈവേയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പങ്കൊന്നില്ല. പക്ഷെ റിയാസിന് പ്രശ്നമില്ലായിരുന്നു. അല്ല, അതിന് പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ റിയാസിന്റെ പ്രശ്നം വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അതിന് കാരണം വെച്ചാൽ റിയാസ് ആവശ്യമില്ലാണ്ട് പോയി റീൽസ് എടുത്താണ്. പൊതുവേ നമ്മൾ കോഴിക്കോട്ടിലേക്ക് ഇല്ലാത്തൊരു സ്വഭാവമാണ് ഈ പൊങ്ങച്ചം പറച്ചില്. എന്തുകൊണ്ടാണ് മൂപ്പര എനിക്ക് തോന്നുന്നു ഒരു PR ടീം ആരത് പറഞ്ഞെടുത്തായിരിക്കും. അതിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ ആവശ്യമില്ലല്ലേ. അതിൻ്റെ ആവശ്യമില്ല, ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാവില്ല. ഇപ്പോൾ പിണറായിയെ സംബന്ധിച്ചിടത്തോളം പിണറായിന് ഏറ്റവും വലിയ ഗുണം തന്നെ, പിണറായി മൂന്നേട്ടനൊക്കെ ഇവരൊന്നും തന്നെ ഈ പബ്ലിസിറ്റിന് പിന്നാലെ പോകില്ലായിരുന്നു. അവരെന്താണെന്ന് അവർക്കറിയാം. ആ ഒരു റെസ്പെക്ട് അവർക്ക് ഇപ്പോൾ വലസന്നില്ലെങ്കിൽ മൂപ്പർ എന്താ പബ്ലിസിറ്റിക്കോ എന്താ ചെയ്യുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനമാണ്. അല്ല, അദ്ദേഹത്തെ വേണം ഇതുപോലെ സാമൂഹ്യ പ്രവർത്തനം കളിക്കുന്ന എന്തൊക്കെ ആളുകൾ അല്ലെ സാംസ്കാരിക പ്രവർത്തകർ എന്തൊക്കെ ഉടായ്പ കാണിക്കുന്നുണ്ട് പബ്ലിസിറ്റി. പക്ഷേ നമ്മൾ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം മാറി നിന്നാൽ പോലും ആ പബ്ലിസിറ്റിയിൽ രക്ഷപ്പെടാൻ പറ്റില്ല. അല്ല, അത് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. നാച്ചുറൽ ആയിട്ട് പബ്ലിസിറ്റി ആസ്വദിക്കാം. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് CPM സംബന്ധിച്ചിടത്തോളം പഴയ കോൺഗ്രസിന്റെ ഈ പബ്ലിക്, പക്ഷെ ഒരു കാര്യം സത്യമാണ്, അദ്ദേഹം റീൽസ് എടുക്കാനൊന്നും പോകില്ല. പിണറായിനെ ഞാനതാ പറഞ്ഞത്. പിണറായിയുടെ മൂന്നേട്ടനൊക്കെ വലിയൊരു ഗുണമെന്ന് വെച്ചാൽ അവർ ഈ പബ്ലിസിറ്റിയുടെ പിന്നാലെ പോകില്ലായിരുന്നു. അവര് ചെയ്യുന്നതാണ് അർത്ഥം, മനസ്സിലായില്ലേ? അവർ അങ്ങനെയാണ്, അതാണ് അവരുടെ പബ്ലിസിറ്റി. അത് പോസിറ്റീവ് പബ്ലിസിറ്റിയാണ്. അല്ല, ഇങ്ങനെയൊക്കെ പോയി ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പ്രത്യേകം മലയാളി ഹൈലി ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ആളുകളാണ്. അത് നെഗറ്റീവായി ബാധിക്കുക. റിയാസിനൊരു അബദ്ധം പറ്റിയതാണെന്ന് അത് റിയാസിന് അബദ്ധം പറ്റി. ആവശ്യമില്ലാതെ സാധനം എടുത്ത്
എന്ന് ഏണി വെച്ച് പിടിച്ചതാണ് ആ റീൽസ് എടുത്തിട്ട് പറന്നു പോയതിനെ എണീച്ചു. പിന്നെ റോഡ് വിട്ട് അതായത് റിയാസ് ഉണ്ടാക്കിയ റോഡുകൾ വലിയ കുഴപ്പമില്ല. നമ്മൾ സിറ്റിയിലുള്ള റോഡുകൾ കാണുന്നുണ്ട് പല സ്ഥലത്ത്. ഇപ്പൊ ഏതാ ഒലിച്ചു പോയതാന്ന് എനിക്ക് അറിയില്ല. അതിപ്പോ പണി നടന്ന് അങ്ങോട്ട് ജസ്റ്റ് ടാറിങ് കഴിഞ്ഞതേ ഉള്ളൂ. അതെന്താണ് പ്രശ്നം എനിക്കും അറിയില്ല, കാരണം ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെയാണ് അത് പഠിച്ചിട്ട് വേണം. പക്ഷെ പൊതുവേ റിയാസിന്റെ പ്രവർത്തനം നല്ല പ്രവർത്തനമാണ്. ഇപ്പോഴുള്ള മന്ത്രിമാരിൽ ഭേദപ്പെട്ടൊരു മന്ത്രിയാണ് റിയാസ്. അത് മാത്രമല്ല അങ്ങനെ ഉണ്ടാക്കിയ എല്ലാ റോഡും പെർഫെക്റ്റാ. അങ്ങേര് ഭരിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാക്കിയ റോഡ് കൂടെ ഞാൻ എറണാകുളം ചേർത്തല ഇഷ്ടംപോലെ ഡ്രൈവ് ചെയ്ത് പോയാൽ വണ്ടി ഈ ടോമഞ്ചെറിയിലെ ടോം ഈ സ്പ്രിങ്ങിന്റെ മുകളിൽ ചവിട്ടി മുകളിലോട്ട് പോകാം. വണ്ടി എവിടെ വലിയ കുഴി ചാടി മുകളിലോട്ട് വന്നതിന് ശേഷം നമ്മൾ വിവരം അറിയുള്ളൂ. യാത്രയ്ക്ക് എന്ത് ബുദ്ധിമുട്ടായിരുന്നല്ലോ. അപ്പം മൂപ്പരെന്ത് സിംപ്ലി കമ്പിയും കൂട്ടിയില്ലായിരുന്നു. ആ പറയുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അല്ല, അദ്ദേഹം പറയുന്നത് ഈ കായംകുളം, അമ്പലപ്പുഴ, പിന്നെ മറ്റൊരു മണ്ഡലം, ഇങ്ങനെ 3 സ്ഥലത്ത് അദ്ദേഹം തോറ്റിട്ടുണ്ട്. ഈ തോൽവിയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ തോറ്റതല്ല, എന്നെ തോൽപ്പിച്ചതാണ്. അത് തീർച്ചയായിട്ടും നമുക്കറിയാം, എതിർ സ്ഥാനാർത്ഥിയാണല്ലോ നമ്മളെ തോൽപ്പിക്കുന്നത്. പക്ഷെ ഇത് വരികൾക്കിടയിൽ വായിക്കാൻ ഇട്ടുകൊണ്ടാണ് അദ്ദേഹം അന്നപ്പോ അദ്ദേഹം ആ സമയങ്ങളിൽ അദ്ദേഹം പാർട്ടിയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള VS ഗ്രൂപ്പിനെ, പിണറായി ഗ്രൂപ്പിനെയൊക്കെ ആളാണ്. അദ്ദേഹത്തിന് തന്നെ അന്വേഷിച്ചുകൂടായിരുന്നു, അവർ ആക്ഷൻ എടുപ്പിച്ചുകൂടായിരുന്നു. VS തോൽപ്പിച്ച ആളുകളുടെ പേരിൽ ആക്ഷൻ വന്നല്ലോ. അതിന് ഞാൻ കേട്ടത് അതിന്റെ കിങ് പിന്നെ ആ ചങ്ങായി ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് അല്ല, അയാൾക്ക് ഇതിന് നടപടി ഉണ്ടായിട്ടില്ല. VS വെറുതെ അങ്ങ് തോറ്റു. പളനിനൊക്കെ പിടിച്ചിട്ട് അല്ല, മാരാരിക്കുളത്ത് 96-ൽ VS തോറ്റത് ഒരു വലിയ അട്ടിമറിയാണ്. അതിന്റെ പിന്നിൽ ചില വലിയ അതിനെ തുടർന്നാണ് അദ്ദേഹം വളരെ പ്രസിദ്ധമായ ഒരു വാക്യം പറഞ്ഞത്. പാർട്ടി ജയിക്കുമ്പോൾ ഞാൻ തോൽക്കുകയും ഞാൻ ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രതിഭാസം കേരളത്തിലുണ്ട്. അല്ല, ആ തോൽവിയോട് കൂടിയാണ് CPM ഇന്നത്തെ രീതിയിൽ പാർട്ടിയിൽ പിന്നീട് വിഭാഗീയത ശക്തി പ്രാപിക്കുകയും ഇന്നത്തെ രീതിയിൽ CPM ഒരു കണക്കിനാ തോൽവി നന്നായി. അതല്ലെങ്കിൽ CPM ഈ പറഞ്ഞ വികസനത്തിന് എതിർത്ത് നിൽക്കുന്ന ഒരു മുരടിച്ച പാർട്ടിയായി മാറി. അതായത് പിണറായിൻ്റെ കയ്യിലെത്തിയ സമയത്താണ് ഈ പാർട്ടി ആ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറ്റി. അത് നന്നായി. പക്ഷെ എങ്കിൽ പോലും ആ തോൽവിക്ക് പിന്നിൽ പ്രധാനപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അയാൾ മരിച്ചു എന്ന് ഞാൻ പിന്നീട് കേട്ടത്. അയാളെ തരത്തേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അന്നപ്പം പറഞ്ഞുകൂടായിരുന്നു. ഇങ്ങനെ ഇപ്പം പറയുന്നത് അന്ന് പറയാത്തത് ഇപ്പോഴും പറയരുത്. അവിടെ വന്ന് മൂന്തേട്ടൻ അന്ന് പറയാത്ത എന്തെങ്കിലും പിന്നെ പറഞ്ഞോ? അല്ല, മൂന്തേട്ടൻ അറിയാത്ത എന്താ ഉള്ളത് കേരള പൊളിറ്റിക്സിൽ? ഇന്ന് മൂന്തേട്ടൻ പറഞ്ഞോ? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് മര്യാദ എന്ന് വെച്ചത്. അല്ല, നമ്മളെ G. സുധാകരനെയും PP മൂന്നനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ PP മൂന്നൻ ഒരു സംഘടനാ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഒരിക്കലും പാർലമെന്ററി പൊളിറ്റിക്സിലേക്ക് അദ്ദേഹം മത്സരിക്കാനോ ജയിക്കാനോ മന്ത്രിയാകാനോ ഒന്നും വന്നില്ല അദ്ദേഹം. എന്നാൽ ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് വളരെ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ്. എന്നിട്ടും അദ്ദേഹം അതൊന്നും ഒരിക്കലും ഉപയോഗിച്ചില്ല. പക്ഷെ G. സുധാകരൻ അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്താണ്. നിങ്ങൾ ഈ G. സുധാകരനെ പറ്റി ഇത്രയും ചർച്ച ചെയ്യാൻ കണ്ട് CPM ഏതാണ്ട് വലിയ നേതാവെന്ന രീതിയിലാണല്ലോ. വ്യത്യസ്ത ഇവരൊന്നും പോരാ, G. സുധാകരൻ മതി. അതാണ് ഞാൻ മൂന്നേട്ടനായിട്ട് കമ്പയർ ചെയ്തത്. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ മൂന്നേട്ടനായിട്ട് കമ്പയർ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ നോക്കൂ. അദ്ദേഹം അങ്ങനെ സെൽഫ്ലെസ് ആയിട്ടല്ലേ നിന്നത്. അദ്ദേഹം പറയേണ്ട സമയത്താണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒരു ദിവസം തൊഗാഡിയ കോഴിക്കോട് നിന്ന് പ്രസംഗിച്ചു. മാറാട് കലാപത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അന്ന് ഏതൊരു വിഷയത്തിൽ ചർച്ച എടുക്കുന്നു. അപ്പം മൂന്തേട്ടൻ അന്ന് ഇതിൽ വന്നു, ഫോണിൽ വന്നു. അപ്പോൾ അറസ്റ്റ് ചെയ്യുന്നില്ല മൂന്തേട്ടനെയും തൊഗാഡിയനെന്നൊക്കെ എന്നാണ് വിഷയം. മൂന്തേട്ടൻ ശരി, ഞങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് അറസ്റ്റ് ചെയ്യും. അതിനുണ്ട് അറസ്റ്റ് ചെയ്യുന്നു. കേരളത്തിൽ അന്നങ്ങനെ ആരും പറയാൻ ധൈര്യപ്പെടില്ല. മൂപ്പര് അന്നും ഇന്നും അതാ പറഞ്ഞത്. അപ്പോൾ അല്ലാതെ എൻ്റെ കയ്യിൽ എല്ലാം ഉള്ളപ്പോൾ ഒരു നിലപാടും അല്ല, അത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞു. പിന്നെ എപ്പോഴും നിങ്ങൾ ഒരാളെ വിമർശിക്കാൻ അയാൾ ശക്തനായിരിക്കുന്ന സമയത്ത് വിമർശിക്കണം, അല്ലെങ്കിൽ നിൽക്കരുത്. ദുർബലമായിരുന്ന സമയത്ത് വിമർശിക്കരുത്. എനിക്ക് രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ദുർബലമായിരിക്കും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആരെയും വിട്ടുപോയിട്ടുമില്ല, വിമർശിച്ചിട്ടുമില്ല. അവർ അധികാരത്തിൽ വന്നതിന് ശേഷം വിട്ടുപോയതും വിമർശിക്കുകയും ചെയ്തിട്ടുള്ളത്. അല്ല, ദുർബലനായിരിക്കുമ്പോൾ ഏറ്റുമുട്ടേണ്ടത് ശക്തനോടാണ്. അത് ഇന്റഗ്രിറ്റിയാണ്. ഒരാൾ ദുർബലനായിരിക്കുമ്പോൾ അയാളിട്ട് ചവിട്ടരുത്. കാരണം നമ്മൾ അന്നപ്പോൾ വിമർശിച്ചാലോ നമ്മൾ വിട്ടുപോയാലോ അവർക്ക് അതുകൊണ്ട് നഷ്ടമില്ല. പക്ഷെ ആ സമയത്ത് അല്ല, ദുർബലനായിരിക്കുമ്പം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമ്മൾ ചവിട്ടും കൂടി കൊടുത്താൽ അവർക്ക് നല്ല വിഷമമായി പോകും. മനസ്സിലായി? അപ്പം അതുകൊണ്ട് ഈ പറയുന്നതിലൊന്നും സുധാകരൻ്റെ സ്വന്തം വില കൊണ്ടുവച്ച് കളയുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അല്ലെങ്കിൽ സുധാകരൻ ചന്ദ്രപിള്ളേനെ പോലെയോ അല്ലെങ്കിൽ ശർമ്മേനെ പോലെയോ വിജയകുമാറിനെയൊക്കെ പോലെ ഏതെങ്കിലും സൈഡിൽ ചേർന്ന് നിന്നിട്ട് അങ്ങനെ ചെയ്യണം. അവരാരും ഇങ്ങനെ പറയുന്നില്ലല്ലോ. വിജയകുമാരൻ എന്തൊക്കെ പറയാം? വിജയകുമാരെതിരായ സ്പീക്കറായിരുന്നു വന്നത്. വിജയകുമാർ പറയുന്നില്ലല്ലോ. വിജയകുമാർ പാർട്ടി എന്താ കൊടുക്കുന്നത് അത് ഉണ്ടാതിരിക്കുന്നു. അല്ല, ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇടയ്ക്ക് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കേട്ടു. ശോഭാ സുരേന്ദ്രൻ വേറെ ആരോന്ന് പറഞ്ഞു കേട്ടു. അഴിമതി തൊട്ട് തീണ്ടായിട്ടില്ലാത്ത നേതാക്കന്മാരൊക്കെ ഞങ്ങൾ കാണാൻ പോകും. സുരേന്ദ്രൻ അല്ല, ഈ സുധാകരൻ അതിന് ഉദാഹരണമാണ്. നമ്മൾ BJP എന്താണോ ഫാസിസ്റ്റ് പാർട്ടിയാണോ ഹിന്ദുത്വ പാർട്ടിയാണോ അതൊക്കെ വേറെ കാര്യം.
പക്ഷേ ഇത്രയും കാലം സുധാകരൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? സുധാകരൻ ശബരിമലയിലെ തന്ത്രിമാരെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ശബരിമല തന്ത്രിമാരെ കാണുമ്പോൾ മൂപ്പർക്ക് ഒരു കാര്യം വസ്ത്രം ധരിക്കാത്തവരാണ്. പിന്നെ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാൻ പോയാലും അത് ഇരട്ടത്താപ്പെന്നേ പറയാൻ പറ്റുള്ളൂ. അയാൾക്ക് സംബന്ധിച്ചിടത്തോളം, സുധാകരനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനങ്ങളൊന്നുമില്ല. ബി ജെ പിയെ സംബന്ധിച്ച് കൊള്ളാവുന്ന ചില മുഖങ്ങൾ അവർക്ക് ആവശ്യമുണ്ട്. ബി ജെ പി ഇല്ലെങ്കിലും ബി ജെ പി വളർന്നോളും. പക്ഷേ ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നത് ബി ജെ പിക്കാണ് ദോഷം. ഇത് ഗവർണറാവുന്നു, ചർച്ച ഉണ്ടാവുന്നു, മറ്റേ ചർച്ച. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ സി പി എം അങ്ങനെ ആൾ പോയി കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ അത് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സി പി എം എന്ത് ചെയ്യുന്നു? സി പി എം ആ സമയത്തൊന്ന് മയപ്പെടുന്നു, അല്ലെങ്കിൽ ഇയാൾ പിന്നെ അത്തരം പ്രതികരണങ്ങൾ വരുന്നു. മാത്രമല്ല അങ്ങേർക്ക് RSS ആയിട്ട് ചോദിച്ചോ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ബുദ്ധിമുട്ടാന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം അങ്ങയുടെ അനിയനെ മറ്റോ വെട്ടിക്കൊന്നിട്ട് എന്തെന്നാലും അവിടെയുള്ള ചർച്ച എങ്ങനെയാണ്, ആറ്റിലിട്ട് 3 ദിവസം കഴിഞ്ഞാൽ പൊങ്ങി. പിന്നെ തിരിച്ച് കഴിഞ്ഞിട്ട് അവിടെ കോളേജ് സംഘർഷത്തിനിടയ്ക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ആലപ്പുഴ RSSകാർക്കെതിരെയുള്ള അറ്റാക്കുകൾക്കെല്ലാം തന്നെ ആ സമയത്ത് കുന്തമുനായിട്ട് നിന്നത് സുധാകരനാണ്. ഇതൊക്കെ അവിടെയുള്ള നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ നടുവിൽ. അപ്പോൾ അത്ര ഈസി അല്ല അത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഈ ചില കൊതിക്കുറവിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അല്ലാതെ ഇങ്ങനെ കാലത്തുണ്ടാക്കിയ റോഡുകളെക്കാളും നല്ല റോഡുകളാണ് ഇപ്പം ഡ്രൈവ് ചെയ്ത്. ഞാൻ നന്നായി ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്, പല വണ്ടികൾ ഡ്രൈവ് ചെയ്യാറുണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ റിയാസിൻ്റെ കാലത്തുണ്ടാക്കിയ റോഡ്, റിയാസ് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പബ്ലിസിറ്റി ഇങ്ങേരും ശ്രദ്ധിച്ചിട്ടുണ്ട്, റിയാസും ശ്രദ്ധിച്ചു. റിയാസ് കുറച്ചും കൂടി ന്യൂ ജനറേഷൻ പബ്ലിസിറ്റി പിന്നാലെ പോകുന്നു. ഇയാൾ ഓൾഡ് ജനറേഷൻ, അതിനുള്ള എല്ലാ വിക്രിയ ഇയാൾക്ക് അറിയാമായിരുന്നു, ആ പബ്ലിസിറ്റി കിട്ടാനുള്ള. അത് അയാൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഇമേജ് ഉണ്ടാക്കിയെടുത്തത്, നല്ല മന്ത്രി. പിന്നെ ദേവസ്വം വകുപ്പ് വന്ന സമയത്ത് പിന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ സുധാകരൻ്റെ ഒരു വെറ്ററൻ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ഒരു ഇമേജ് ഉണ്ട്. അത് കാത്തു സൂക്ഷിക്കുന്നതാണ് നല്ലത്. അത് ക്രിയാത്മകമായ വിമർശനങ്ങൾ ആ രീതിയിൽ അർത്ഥത്തിൽ പറഞ്ഞാൽ മലർന്നു കിടന്ന് തുപ്പുകയാണ്, ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ പിണറായി ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഒരു ശല്യം കൂടി കഴിഞ്ഞാൽ പിണറായി പണ്ട് ശിവൻ ആഞ്ഞ് ചവിട്ടിയ പോലെ ആഞ്ഞ് ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് സുധീകൃതം പാടേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.